വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ മറ്റൊരു ICC ഇവന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ ഒരു മത്സരത്തിന് വേണ്ടി ഹ്യൂജ് വെയിറ്റിംഗ് ആണ് ആൾക്കാർ. കാരണം ICC ഇവന്റുകളിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാതെ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യ ഹോം മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടാണ് ട്രാവൽ ചെയ്ത് പാകിസ്ഥാൻ ദുബായിലേക്ക് ഇന്ത്യയെ നേരിടാൻ വരുന്നത്. ആ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ പ്രഷർ അവിടെ പാകിസ്ഥാനുണ്ട്. പോരാത്തതിൻ്റെ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ലോ ആയി പോയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യ മത്സരം ദുബായിൽ കളിച്ചിട്ട് ബംഗ്ലാദേശിനെതിരെ മികച്ചൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഹൈ ആയി വെക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൻ്റെതായ പ്രഷറുകൾ രണ്ട് ടീമിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം വളരെയധികം നിർണായകമാണ്. കാരണം തോൽവി ആയിട്ട് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള പാകിസ്ഥാന് പുറത്തു പോകാനേ വഴിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമല്ല എന്നല്ല. പക്ഷേ പാകിസ്ഥാൻ ഓൾറെഡി ആദ്യ മത്സരം തോറ്റുകൊണ്ട് വമ്പൻ തിരിച്ചടിയാണ് അവർ നേരിടുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ആദ്യ മത്സരത്തിൽ സംഭവിച്ച മിസ്റ്റേക്കുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാന് തിരിച്ചു വരേണ്ടതുണ്ട്. പാകിസ്ഥാൻ സൈഡിൽ നിന്ന് നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. പാകിസ്ഥാൻ്റെ ബോളിംഗ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യ മത്സരം കളിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷഹീൻ ഷാഫ്രിയുടെ പേസ് ഒന്ന് ചെറുതായിട്ട് ഡ്രോപ്പ് ആയതായിട്ടും അതോടൊപ്പം തന്നെ വിക്കറ്റ് എടുക്കാനാണ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെയും തോന്നുന്നുണ്ട്. എന്നാൽ 10 ഓവറിൽ 68 റൺസ് മാത്രമാണ് 6.8 എക്കോണമിയിൽ ഷഹീൻ ഷാഫ്രിയിൽ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നസീം ഷാ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തതായിട്ടാണ് തോന്നുന്നത്. കാരണം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നസീം ഷാ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്, വിക്കറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരിച്ചടിയാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൌഫാണ്. റൌഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ വിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. കഴിഞ്ഞ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം 10 ഓവറുകളിൽ നിന്നും 83 റൺസാണ് ആൾ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇത്രയും എക്സ്പെൻസീവ് ആകുമ്പോൾ ദുബായ് പോലൊരു ഗ്രൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഹിറ്റുകൾ വരാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ ഗ്രൗണ്ട് കണ്ടീഷൻ കണ്ടിട്ട് തോന്നുന്ന അത്യാവശ്യം വലിയൊരു സ്കോറൊന്നും പിറക്കുന്ന ഗ്രൗണ്ട് ആയിരിക്കില്ല. 300 ഒരു ഹൈ സ്കോർ ആവാനുള്ള ഗ്രൗണ്ട് ആയിരിക്കുമെന്ന് തോന്നുന്നു. പിച്ച് കണ്ടീഷൻ വേരി ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല നമുക്ക്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു സ്ട്രഗിൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട്. ബാബർ അസാമിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു പ്രകടനം വമ്പൻ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുവരെ കെട്ടടഞ്ഞിട്ടില്ല, വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പോരാത്തതിന് റിസ്വാനെ കുറിച്ച് നമുക്കറിയാം. ബാബർ അസാമിൻ്റെ അതേ പാറ്റേണിലുള്ള ബാറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് റിസ്വാൻ. മോദാൻ ടീം അവരവരുടെ വിക്കറ്റ് കളയാതെ കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പറയാറ്. അത്ര അഗ്രസീവായിട്ടുള്ള ഇന്നിങ്സ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരാത്തത് വൻ തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരം നന്നായിട്ട് തന്നെയാണ് സൽമാൻ അലി ഒക്കെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഖുഷ്ദിൽ ഷായും കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ആ ഒരു സ്കോർ ബിൽഡ് ചെയ്യാൻ അവരെ സഹായിച്ചതും ആ ഒരു 2 താരങ്ങളാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് സഹായിച്ചത്. ബാറ്റിംഗ് സൈഡിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ വമ്പൻ തിരിച്ചടി തന്നെ പാകിസ്ഥാൻ നേരിടാൻ ചാൻസുണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു ചേഞ്ചുകളൊന്നും തന്നെ ഇല്ലാതായിരിക്കും ഇന്ത്യൻ ടീം ഈ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോളിംഗ് സൈഡിലും കുറച്ചേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ 5 എടുത്തൊരു താരമാണ് നമ്മുടെ മുഹമ്മദ് ഷമി എന്ന് പറയുന്നത്. പക്ഷേ ഇഞ്ചുറിക്ക് ശേഷവും ഇഞ്ചുറിക്ക് മുമ്പും തമ്മിൽ വലിയൊരു അന്തരം തന്നെ ഷമിയുടെ ബോളിംഗ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പേസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ക്വാളിറ്റിയുള്ള ടീമിനെതിരെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം ബെറ്ററാണ് ഷമി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷമിയുടെ ബോളിംഗ് സൈഡ് ഒരു കൺസേൺ തന്നെയാണ്. പക്ഷേ പ്രതീക്ഷയുണ്ട്, ആൾ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്ററാണ്, ഉറപ്പായിട്ടും ബെറ്ററാണ്. ഇഞ്ചുറിക്ക് ശേഷം കളിച്ചു വരുന്ന ഓരോ മത്സരങ്ങളും ബെറ്ററായി തന്നെയാണ് വരുന്നത്. പാകിസ്ഥാനെതിരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹർഷിത് റാണയാണ്. ഹർഷിത് റാണയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹർഷിത് റാണയുടെ ലൈൻ ആൻഡ് ലെങ്ത് ഒന്ന് അടി കിട്ടിക്കഴിഞ്ഞാൽ വേരി ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നല്ലൊരു അഗ്രഷനുള്ള താരമാണ്. വിക്കറ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഓരോ ബോളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താരത്തിൻ്റെ ഭാഗത്തു നിന്നും. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ നല്ലൊരു ഡെപ്ത് തോന്നുന്നുണ്ട്. കോഹ്ലിയെ സംബന്ധിച്ചും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയായിരിക്കും. ആദ്യ മത്സരത്തിലെ ബാബർ അസാം നേരിട്ട പോലെ തന്നെ വമ്പൻ വിമർശനങ്ങൾ ബാറ്റിംഗ് സൈഡിൽ വിരാട് കോഹ്ലി നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചതെന്നുള്ള കാര്യത്തിൽ. ബാറ്റിംഗ് സൈഡിലേക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയെ അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെ ഇന്നിങ്സുകളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. രോഹിത് ശർമ്മ നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ടാണ് പോയത്. നന്നായിട്ട് ഹോൾഡ് ഓൺ ചെയ്ത് മത്സരം ഫിനിഷ് ചെയ്തൊരു താരമാണ് ഗില്ല്. അതോടൊപ്പം തന്നെ KL രാഹുൽ ലുക്സ് ഗുഡ്. അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യറിൻ്റെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരം ഒഴിച്ച് പ്രീവിയസ് മത്സരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെയാണ് താരം കളിച്ചുകൊണ്ടിരുന്നത്. ബാറ്റിംഗ് ഓർഡറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ടീംസിനെതിരെ വരുമ്പോൾ എത്രത്തോളം നന്നായിട്ട് കളിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ദുബായ് പിച്ചിനെ കുറിച്ച്. 300 ആണോ ആ ഒരു ടാർഗറ്റ് വരിക, അല്ലെങ്കിൽ 300 അടുത്തൊരു ടാർഗറ്റാണോ വരിക, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമെന്നറിയില്ല. പിച്ച് കണ്ടീഷൻ ചേഞ്ചസ് ഉണ്ടോ എന്നൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു 300 ഒക്കെ നല്ല സ്കോർ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ടോസ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ചേസിന് പോകാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തി. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ തിരുത്താൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.